ഇന്നിപ്പോൾ നമ്മുടെ മക്കൾക്ക് ലഞ്ച് ബോക്സിലേക്ക് കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു റൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഒന്ന് കളർഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് റെഡും യെല്ലോവും ക്യാപ്സിക്കംസ് എടുത്തിട്ടുണ്ട്. ഗ്രീൻ കളർ കിട്ടിയിട്ടില്ല. അപ്പം നമ്മുടെ കയ്യിൽ എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ക്യാപ്സിക്കം മസ്റ്റാണ്, പക്ഷെങ്കിൽ ഈ കളേഴ്സ് നിർബന്ധമില്ല. കാരണം ചില സമയം ഇതിന് ഭയങ്കര റേറ്റ് ഉണ്ടാവും. ഗ്രീൻ കളർ ക്യാപ്സിക്കത്തിന് അത്ര റേറ്റ് വരുന്നില്ല. നമ്മുടെ കയ്യിലുള്ള എല്ലാ വെജിറ്റബിൾസും നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ക്യാരറ്റ്, ബീൻസ്, പിന്നെ നമ്മുടെ പട്ടാണിയില്ലേ, ഫ്രോസൺ പട്ടാണി ആണെങ്കിൽ നമ്മൾ നേരെ ഡയറക്റ്റ് ഇതിലേക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ മറ്റേതാണെങ്കിൽ നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചിക്കനൊക്കെ വാങ്ങിക്കുമ്പോൾ കുറച്ച് ചിക്കൻ പീസ് അവിടെ മാറ്റി വെക്കുക. നമ്മൾ വേവിച്ച ചിക്കൻ അങ്ങ് മാറ്റി വെച്ചാൽ ഇങ്ങനെ എന്തെങ്കിലും റൈസ് ഉണ്ടാക്കുമ്പോൾ നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ മഷ്റൂമൊക്കെ നമ്മൾ വാങ്ങിച്ച് വെച്ചാൽ നമുക്കിങ്ങനെ റൈസ് ഉണ്ടാക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത്, നമ്മൾ എന്തായാലും സോട്ട് ചെയ്യാമല്ലോ വെജിറ്റബിൾസ്, അതിൻ്റെ കൂട്ടത്തിൽ ഫസ്റ്റ് ഈ മഷ്റൂം അങ്ങ് സോട്ട് ചെയ്ത് കൊടുത്താം. ഇനിയിപ്പോൾ ഒരു പാൻ വെച്ചിട്ട് ഇത്തിരി വെളിച്ചെണ്ണയും ഒരു കഷ്ണം ബട്ടറും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മുടെ വെളുത്തുള്ളി ചെറുതാക്കി ചോപ്പ് ചെയ്തത് ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് വലിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കയ്യിലുള്ള എല്ലാ വെജിറ്റബിൾസും ഇതിലേക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും പിന്നെ കുരുമുളക് പൊടിയും ടൊമാറ്റോ സോസും സോയാ സോസും ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മൾ ഈ ഒരു റൈസൊക്കെ സെറ്റ് ചെയ്യുമ്പം തലേ ദിവസം രാത്രി നമ്മുടെ റൈസ് വേവിച്ച് വെക്കണം. അതിപ്പോൾ ഏത് റൈസാണെങ്കിലും രാത്രി വേവിച്ച് വെച്ചാൽ നമ്മൾ പിറ്റേ ദിവസം, അതായത് നമ്മളിട്ട് ഫ്രിഡ്ജിൽ വെക്കുമല്ലോ, അപ്പോൾ രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ അതിൻ്റെ തണുപ്പ് മാറാൻ വേണ്ടി പുറത്തെടുത്ത് വെക്കുക. എന്നിട്ട് അത് റൂം ടെമ്പറേച്ചറിലായതിന് ശേഷം നമ്മൾ ഇങ്ങനെ റൈസ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഈ റൈസ് ഒന്നും ഒട്ടിപ്പിടിക്കില്ല. അതേസമയം നമ്മൾ രാവിലെ നമ്മൾ അരി വേവിച്ച് ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ ആകെ ഹറിബറി ആയിരിക്കും, പിന്നെ ഒട്ടിപ്പിടിച്ച പോലെ ഉണ്ടാവും. പിന്നെ നമ്മുടെ ഈ ബസ്മതി റൈസാണ് ഞാൻ ഇന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബസ്മതി റൈസ് ആകുമ്പോൾ നമ്മൾ തലേ ദിവസം രാത്രി അത് വേവിച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ കുറച്ചായിട്ട് വേവിച്ച അരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇളക്കി കൊടുക്കുക. കാരണം നമ്മുടെ മസാല മൊത്തത്തിൽ ഇങ്ങ് പിടിച്ച് വരണമല്ലോ. നമ്മൾ എത്ര ആൾക്കാരുണ്ടോ അത്രയും നമ്മുടെ റൈസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ മസാല കൂട്ടിയും കുറച്ചൊക്കെ ഇട്ടോട്ടോ. ഇതിപ്പോൾ ചെറിയ മക്കൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാകും. കാരണം എത്ര സ്പൈസി ഒന്നുമല്ലല്ലോ. പിന്നെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കാൻ മറക്കല്ലേ. ഇതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ ചിക്കൻ പൊരിച്ചത്, ചില്ലി ചിക്കൻ, പിന്നെ മുട്ട പൊരിച്ചത്, ഇതൊക്കെ ആണെങ്കിൽ നല്ലതായിരിക്കും. അതൊന്നും ഇല്ലെങ്കിൽ തന്നെ തൈര് സാലഡോ അല്ലെങ്കിൽ നമ്മുടെ ടൊമാറ്റോ സോസോ മതി. ഇപ്പോഴത്തെ മക്കൾക്ക് ഈ ടൊമാറ്റോ സോസൊക്കെ കിട്ടിയാൽ ഇത് ലാവിഷായിട്ട് അവരങ്ങ് കഴിച്ചു. അങ്ങനെ റൈസ് സെറ്റായിട്ടുണ്ട്. ചൂടോടെ തന്നെ ടിഫിൻ ബോക്സിലാക്കുകയാണ്. അപ്പോൾ കൂടെ കഴിക്കാൻ ടൊമാറ്റോ സോസ് മാത്രം മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് മാത്രമാണ് വെച്ച് കൊടുക്കുന്നത്. മക്കൾക്ക് ഇങ്ങനെ ഇടയ്ക്കൊന്ന് നമ്മൾ ടിഫിൻ ബോക്സിൽ വെറൈറ്റി ഐറ്റംസ് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും അവർക്ക് കഴിക്കാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം.